ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എഫേസോസ് 6:17 രക്ഷയുടെ പടത്തുപ്പി അണിയുകയും ദൈവവചനമാവുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. യെസ്, സ്നേഹമുള്ളവരെ, ഈ വചനഭാഗം വായിച്ചപ്പോൾ മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളാണ് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നത്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അവന് വിശന്നു. അപ്പോൾ പ്രലോഭകൻ അവനെ സമീപിച്ചു, ഇങ്ങനെ പറഞ്ഞു: നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകുവാൻ പറയുക. അപ്പോൾ അവൻ പ്രതിവചിച്ചു: മനുഷ്യർ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് അവർ ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന്. യെസ്, സ്നേഹമുള്ളവരെ, ദൈവപുത്രനെ പോലും വെല്ലുവിളിച്ച പരീക്ഷിച്ച പിശാചാണ് പാപികളും ബലഹീനരുമായ നമ്മെ വെറുതെ വിടുകയില്ല. തീർച്ചയാണ്. അവൻ രണ്ട് തരത്തിലാണ് ദൈവപുത്രനെ വെല്ലുവിളിക്കുന്നത്. ഒന്ന്, അവന്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് പറഞ്ഞ് അവനെ ആക്ഷേപിക്കുന്നുണ്ട്. ദൈവപുത്രനാണെങ്കിൽ നീ ഈ കല്ലുകൾ അപ്പമാവുക. 2 അത്ഭുതങ്ങളാണ് അവൻ പ്രതീക്ഷിച്ചത്. എന്നാൽ തമ്പുരാൻ അവന് കൊടുത്ത, അവനെ ശാസിച്ചത് മറുപടി നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. ദൈവവചനം എടുത്താണ് അതിന് മറുപടി നൽകുന്നത്. സ്നേഹമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തിൽ ദൈവവചനാവുന്ന വാളെടുത്ത് ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥനാണ്. 2 തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഈശോയ്ക്കുണ്ടായപ്പോൾ നമുക്ക് എത്രയോ തരത്തിലുള്ള പ്രലോഭനങ്ങളാണ് ഓരോ ദിവസവും നാം നേരിടേണ്ടി വരുന്നത്. അപ്പോൾ നാം ചിന്തിക്കേണ്ട ഭാഗം ഇതാണ്: നാം മറ്റുള്ളവരുടെ തകർച്ചയിൽ, തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ വീണ്ടും തകർക്കാനായി നാം നമ്മുടെ നാവുകളെ ഉപയോഗിക്കുന്നുണ്ടോ? എങ്കിൽ ഇന്നു മുതൽ അത് ഉപേക്ഷിച്ച്, ആ തിന്മയെ ഉപേക്ഷിച്ച്, ദിവസത്തിൽ ഒരു ദൈവവചനമെങ്കിലും പ്രായശ്ചിത്തമായി, നാം ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി ഒരു ദൈവവചനമെങ്കിലും പഠിക്കാമെന്ന് തീരുമാനിക്കുക. അതുപോലെ നമ്മുടെ നാവ് ഉപയോഗിച്ച് മറ്റുള്ളവരെ തകർക്കാൻ എന്തെങ്കിലും നമ്മുടെ നാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം അതിൽ നിന്ന് പിന്മാറി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഇന്നു മുതൽ ജീവിക്കാൻ ശ്രമിക്കാം. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, ഞങ്ങൾ പാപികളും ബലഹീനരും അയോഗ്യരുമാണ് കർത്താവെ. ഞങ്ങളുടെ നാവുകൊണ്ട് ഞങ്ങൾ അനേകരെ തിന്മ പറഞ്ഞ് ഞങ്ങൾ ശിക്ഷിച്ചിട്ടുണ്ട്, തേജോവധം ചെയ്തിട്ടുണ്ട്. എന്നാൽ കർത്താവെ, അങ്ങയുടെ വചനമാകുന്ന വാള് പഠിക്കുവാനും